ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക ഉദ്ദേശവും വിളിയുമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം അവരെ സൃഷ്ടിച്ചതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾ ആരാണെന്ന് അംഗീകരിക്കാനും ദൈവം നിങ്ങൾക്കായി മാത്രം നിശ്ചയിച്ച പാത പിന്തുടരാനും ധൈര്യം ആവശ്യമാണ്. നിങ്ങളുടെ ഉദ്ദേശം സ്വീകരിക്കുക എന്നതിനർത്ഥം ദൈവം ആസൂത്രണം ചെയ്തതിനെ അതെ എന്ന് പറയുക എന്നാണ്. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിലും അല്ലെങ്കിൽ വേണ്ടത്ര യോഗ്യനല്ലെന്ന് തോന്നുമ്പോഴും ഓർക്കുക, നിങ്ങളുടെ ജീവിതം പ്രധാനമാണ്, അർത്ഥവത്താണ്. കാരണം ദൈവം നിങ്ങളെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും സൃഷ്ടിച്ചിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ബൈബിൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നാം കർത്താവിന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഒരു ആക്സിഡന്റോ ഒരു തെറ്റോ അല്ല. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരു ലക്ഷ്യവും നല്ല പ്രവൃത്തികളും ഇതിനകം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിളി നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി വിശ്വസിക്കുക. ദൈവം അങ്ങനെ പറയുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിലയുണ്ട്. നിങ്ങളുടെ ദാനങ്ങളും ശക്തികളും വെളിപ്പെടുത്തി തരാൻ ദൈവത്തോട് ആവശ്യപ്പെടുക. ഇവ നിങ്ങളുടെ വിളിയുടെ സൂചനകളാണ്. ചെറുതായി ആരംഭിക്കാൻ തയ്യാറാകുക, മറ്റുള്ളവരെ സേവിക്കുക, ആവശ്യക്കാരെ സഹായിക്കുക, ദയ കാണിക്കുക എന്നിവയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ തുടങ്ങാനുള്ള വഴികൾ. നിങ്ങൾ അയോഗ്യനാണെന്ന് തോന്നുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് ആവശ്യമായ ശക്തിയും ജ്ഞാനവും ശരിയായ സമയത്ത് നൽകുന്നു. പഠിക്കാനും വളരാനും തുറന്നിരിക്കുക. വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ലക്ഷ്യം കൂടുതൽ വ്യക്തമാകും. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തെയും വെളിയെയും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. പകരം നിങ്ങളെ അതുല്യനും പ്രത്യേകതയുള്ളവനുമാക്കിയതിന് ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളുടെ സ്വപ്നങ്ങളെയും ഭയങ്ങളെയും കുറിച്ച് ദൈവത്തോട് സംസാരിക്കാൻ ശാന്തമായി സമയം ചെലവഴിക്കുക. നിങ്ങളുടെ ജീവിതോദ്ദേശം അറിയാനും എല്ലാ ദിവസവും അത് പിന്തുടരാൻ നിങ്ങൾക്ക് ശക്തി നൽകാനും ദൈവത്തോട് സഹായം ചോദിക്കുക. നിങ്ങളുടെ ലക്ഷ്യം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സ്വയം സന്തോഷം കണ്ടെത്തുക മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.